ഹായ് ഹലോ നമസ്കാരം. സുനിയേട്ടൻ പാലക്കാടാണ്. ഞാനിപ്പോൾ ഉള്ളത് മണ്ണാർക്കാടാണ്. എൻ്റെ വൈഫിൻ്റെ ചെറിയച്ഛൻ്റെ വീട്ടിലാണ്. സമയം രാവിലെ 8 മണി. ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. വഴിയരികിൽ 2 സ്റ്റെപ്പായിട്ട് കുലച്ച് നിൽക്കുന്ന വാഴ കണ്ടു. വീടിന് മുന്നിൽ പൂത്തുലഞ്ഞ് നിൽക്കുന്ന തെച്ചിപ്പൂവുണ്ട്. ഈ വീട്ടിലാണ് ഇന്നൊരു പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. കുട്ടികൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഞാൻ ഇന്നലെ രാത്രി 10 മണിക്ക് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത് വളകാപ്പാണ്. രാവിലെ 11 മണിക്കാണ് പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ഞാൻ നേരെ മുകളിൽ പോയി കുളിച്ച് ഫ്രഷായിട്ട് താഴെ വന്നു. താഴെ വന്നപ്പോൾ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്ന ചേട്ടന്മാർ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സിമ്പിളായിട്ടാണ് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇവർ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്ന്. അപ്പോൾ ഇന്നിവിടെ ചിക്കൻ ബിരിയാണിയും ചിക്കൻ കൊണ്ടാട്ടവും സേമിയ പായസമാണ് ഫുഡ്. അപ്പോൾ ചിക്കനെല്ലാം വേവിച്ച് സെറ്റാക്കി മസാലയൊക്കെ ഇട്ട് ദം ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബിരിയാണിക്കുള്ള വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ ദമ്മിട്ട് ചിക്കൻ ബിരിയാണി സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു വിറകടുപ്പിലാണ്, അതായത് തറയിൽ തന്നെ ഒരു പ്രത്യേകതരം സ്റ്റൗ ഒരു അടുപ്പിൽ തന്നെയാണ് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ഉള്ളിൽ വന്നപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്, പിന്നെ ബിരിയാണിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കാവ്യയുടെ വളകാപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മുഖത്ത് ചന്ദനം തേക്കലും, അതായത് വള ഇട്ട് കൊടുക്കലും അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇവരുടെ നടുക്ക് നിന്ന് എല്ലാവരെയും കവർ ചെയ്യുകയാണ്, ഒരു ക്ലോക്ക് തിരിയുന്ന പോലെ. അപ്പോൾ അതിനുശേഷം നമ്മുടെ കാല് പിടിച്ച് ആശീർവദിക്കുന്ന ഒരു സംഭവമാണ്. വളകാപ്പിലെ ലാസ്റ്റത്തെ ചടങ്ങാണ്. എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഫുഡെല്ലാം കഴിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ്. ദമ്മെല്ലാം പൊട്ടിച്ച് ബിരിയാണിയെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എത്രയാണ്. അപ്പോൾ എനിക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു അടിപൊളി ബിരിയാണിയാണെന്ന്. ഒന്നും പറയാനില്ല, സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്. ചിക്കനൊക്കെ വേറെ ലെവലാണ്. മസാല എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ. അങ്ങനെ നമ്മുടെ കാവ്യമോൾ ഇവിടുന്ന് പോവുകയാണ് അവരുടെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ യാത്രയാക്കിയതിന് ശേഷം നേരെ തിരിച്ച് റൂമിലേക്ക് വന്നപ്പോൾ ഇവിടെ അതിഗംഭീരമായൊരു ഡാൻസ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. വേറെ ആരുമല്ല, രാജു ഭായ്. അപ്പോൾ ഇവിടെ എന്തൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇതൊക്കെ ഒരു സർവ്വസാധാരണമായ കാഴ്ചയാണ്. അപ്പോൾ സുനിയേട്ടൻ പാലക്കാടാണ്. ഓക്കെ, ബായ്, അടുത്ത വീഡിയോ കാണാം.